ആ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാനിപ്പോ പുഞ്ചിരിമുക്ക് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് നിൽക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പുള്ള ഉത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടൊക്കെ ദേവിയുടെ തിടം പേറ്റുന്നതും ക്ഷേത്രത്തിലും ഉത്സവത്തിലും ഒക്കെ ആനകളാണ്. അതേപോലെ ഒരു ആനയാണിത്. അപ്പൊ ഈ ആനയ്ക്ക് എന്ത് പ്രത്യേകതയാണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത് ഒരു സാധാരണ ആനയല്ല, ഇതൊരു റോബോട്ട് ആനയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ ഈ റോബോട്ട് ആനയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ദാ നോക്കൂ, കണ്ട 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 ഒറിജിനൽ ആന പോലെ തന്നെ കണ്ട അതേ കണ്ണ്, ഒറിജിനൽ ആനയുടെ അതേ തുമ്പിക്കൈ, ദാ നോക്ക്, ഒറിജിനൽ ആനയുടെ അതേ ചെവി, ഒറിജിനൽ ആനയുടെ അതേ അത് പോട്ടെ. അപ്പോ നിങ്ങൾ എല്ലാവരും ഉത്സവത്തിനെത്തുക. നമ്മൾ ഈ ആനയെ നേരിട്ട് കാണാനുള്ളൊരു സുവർണ അവസരമാണ്. അപ്പൊ എല്ലാവരും എത്തുക ഗേയ്സ്. പാപ്പാനെ പാപ്പാനെ ആളുടെ കാര്യമല്ലോ ഒക്കെ അല്ലേ? ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ പാപ്പാനെ പാപ്പാനെ എന്ന് വിളിക്കരുതെന്ന്. ഈടെ ആനയെ കൊണ്ടു നടക്കുന്ന ആളെ പിന്നെ പാപ്പാനെന്നല്ല മൈസറായിട്ട് വിളിക്കാൻ പറ്റുമോ? ഇത് സാധാ ആനയാണോ? അല്ല, ഇത് ഇലക്ട്രോണിക് എലിഫന്റ്. എന്നാ ഇലക്ട്രോണിക് എലിഫന്റ്, അതായത് റോബോട്ട് ആന ആണോ? അപ്പൊ എന്നെ വെറും പാപ്പാനെന്ന് വിളിക്കരുത്. പിന്നെ മാസ്റ്റർ. മാസ്റ്റർ എന്നാ ഫാസ്റ്ററേ? മാസ്റ്റർ അല്ല, മാസ്റ്റർ. മാസ്റ്റർ. ഉദ്ഘാടനം നടത്താം. ഉദ്ഘാടനം നടത്താം. പക്ഷെ ഇത് നമ്മളൊരു ഉദ്ഘാടനം ചെയ്യുമ്പോഴത്തേക്ക് ആളും പേരൊക്കെ തോന്നേം വേണ്ടേ? ആള് കൂടണമെങ്കിലേ ഉദ്ഘാടനം നമുക്ക് അണിറോസിനെ വിളിക്കാം. അണിറോസ് വേണ്ട. അണിറോസിനെ വിളിച്ച എന്റെ ആനയെ ആരും ശ്രദ്ധിക്കത്തില്ല. എല്ലാവരും സിനിമാ നടി കാണുമ്പോ പിന്നെ അതിനായിരിക്കും ശ്രദ്ധ. അതുകൊണ്ട് വേണ്ട. ഇത് പിന്നെ ഉദ്ഘാടനം ആര് നടത്തും? ഉദ്ഘാടനമൊക്കെ ഞാൻ നടത്തിക്കോളാം. ഇനി വേറെ വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് വെടി വഴിപാട്. വെടി വഴിപാടോ? അതൊക്കെ ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ്. വേണ്ട, മറ്റേതാണ് അപകടം. മറ്റേത് കരിമരുന്ന് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാലോ? ഇത് സേഫ് ആണ്. ഞാൻ അവിടെ ഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുണ്ട് 2 വയർ അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവിടെ വെടി വീഴും. എന്താ പേര്? സുകുമാരൻ. സുകുമാരൻ. നാളെ ഏതാ? ആയില്യം. സുകുമാരൻ, നാള് ആയില്യം. ഒരു വെടിയായി. എന്നാ ടെക്നിക്കായത്? എന്താ മാറണ്ടേ? നമ്മളീ കാലത്തിനനുസരിച്ച് മാറണമല്ലോ. മൊത്തത്തിൽ കൊള്ളാമല്ലോ. ചേട്ടാ, പെണ്ണ് വരുന്നുണ്ടല്ലോ. ചേട്ടാ, ഞാനേ നോട്ടീസിലെ റോബോട്ട് ആനയുടെ കാര്യം കണ്ടായിരുന്നു. നോട്ടീസ് മാത്രമല്ലോ, ഫ്ലെക്സ് വെച്ചില്ലേ? ഫ്ലെക്സ് അത് വെച്ചില്ല. വെച്ചു 50 അടിച്ചിട്ടുണ്ട് ഞാൻ. ഒക്കത്തില് ഞാൻ കണ്ടു. അപ്പൊ അവനെ നേരിട്ടൊന്ന് കാണാൻ വന്നതാ. പിന്നെ എന്താ റോബോട്ട് ആനയുടെ ഫാൻസികളായി കണ്ടോ? സെൻസ് സെൻസ്. ഇവന് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ബാറ്ററി കൊണ്ടുവന്നുണ്ട്. കൊടുത്തോട്ടെ? ബാറ്ററി? ഇതാണ് പുതിയ പിള്ളേര്. കണ്ട ധൈര്യമായിട്ട് കൊടുത്തു. പേടിക്കണ്ട, അത് കുത്തത്തൊന്നുമില്ല. റോബോട്ട് അല്ലേ? അതല്ല, ഷോക്ക് അടിച്ചാലോന്ന് പേടിച്ചിട്ടാ. ആ പേടി വേണം. ഷോക്ക് അടിക്കത്തില്ല. ഷോക്ക് അടിക്കണമെങ്കിൽ ഞാൻ ഈ റിമോട്ടിൽ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഷോക്ക് വരത്തുള്ളൂ. ഒരു കാര്യം ചെയ്യ്, കൊടുത്തോ. ഞാൻ കൊടുത്തേക്കാം. സുന്ദരിയായ ഒരു സ്ത്രീ കൊണ്ട് വന്നതാട്ടാ. അതിലോട്ട് വെച്ചോ. കഴിക്കും. ഇവന്റെ പേരാണ് റാന്നി റബ്ബർ കുട്ടൻ. റബ്ബർ കുട്ടനോ? അതെ, ഇവൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതലും റബ്ബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ റാന്നിയുടെ റബ്ബറാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ കുട്ടനെ ഞാൻ റാന്നി റബ്ബർ കുട്ടൻ എന്ന് വിളിക്കുന്നത്. അയ്യോ, റബ്ബർ എന്തൊരു സോഫ്റ്റാ. അതെ. ചേട്ടാ, ഒരു സംശയം ചോദിച്ചോട്ടെ? എല്ലാ ആനകളും ചെയ്യുന്ന കാര്യമൊക്കെ ഇവൻ ചെയ്യോ? എല്ലാ ആനകളും ചെയ്യുന്ന കാര്യം ചെയ്യുമല്ലോ. ഇവൻ ഈ ആനപ്പിണ്ടം ഇടുവോ? ആനപ്പിണ്ടം ഇടൂല. ഇല്ലേ? ബാക്കിലോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ പീസായ ഒരു 4 ബാറ്ററി വന്ന് വീഴും. പീസായ 4 ബാറ്ററി വന്നങ്ങ് വീഴും. അപ്പൊ ഞാനത് വാരിക്കൊണ്ട് കളയണോ? കളയരുത്. പിന്നെ അതിന് വീണ്ടും ചാർജ് കാണും. ആനയ്ക്ക് ഭയങ്കര ചാർജ് വേണമല്ലോ. അപ്പൊ അതും വേസ്റ്റ് ആകുന്നില്ല. ആ ബാറ്ററി നമ്മൾ വീട്ടിലെ റിമോട്ടിലോ നമ്മള് ക്ലോക്കിലോ ഓൺ ഇട്ടാൽ 2 ദിവസം ഓടും. പീസായ ബാറ്ററി അതുപോലും വേസ്റ്റ് ആവത്തില്ല. അതാണ് നമ്മുടെ റബ്ബർ കുട്ടൻ. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാ ആനകളും ചെയ്യുന്ന കാര്യമൊക്കെ ഇവൻ ചെയ്യല്ലേ? എല്ലാ ആനകളും ചെയ്യുന്ന മാത്രമല്ല, അതിലും വേറെ സംഭവങ്ങൾ ചെയ്യും. എന്തുവാ? കാരണം ഈ ആന പ്രേമിക്കും. സത്യമായിട്ടും. അപ്പൊ ഇവൻ എന്നെയും പ്രേമിക്കോ? സംശയമുണ്ടോ? സംശയം. പേരെന്താ? ജലജ. ജലജ. റബ്ബർ കുട്ട ജലജ ഇഷ്ടപ്പെട്ട? അവന്റെ സന്തോഷമൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചപ്പോ റബ്ബർ കുട്ട, നമുക്ക് ഇതിനെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയാലോ? കാലുകൊണ്ട് കളവ്. പിന്നെ ഞാനിതിനെ ഞാൻ കെട്ടിക്കോട്ടെ. ഇഷ്ടപ്പെട്ടില്ലേ? എന്താണ് നിനക്കൊരു ചേട്ടത്തിമ്മയായിട്ട് കണ്ട? പിണങ്ങി. ഇതാണ് ഇവന്റെ കുഴപ്പം കേട്ടോ. വേണ്ടാത്ത കാര്യം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടാ കൊച്ചു കള്ള, ഞാൻ കെട്ടിക്കാണാൻ നിനക്കൊരു സമാധാനം ഇല്ലല്ലേ? എനിക്ക് അവൻ ഷേക്കാൻ്റെ വരുമോ? അതെന്താ ജലജ? നമ്മുടെ ജലജയ്ക്ക് ഒരു ഷേക്കാൻ്റെ ഓർഡറാ. എല്ലാം എന്റെ വോയിസ് കൺട്രോളിലാണ്. ഇതൊക്കെ സാധാ ആരെയും കിട്ടുവോ? കിട്ടുവോ? നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മള് പേടിക്കണം. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ. അതെ. അയ്യോ, ഞാൻ ഫോട്ടോ എടുക്കാനേ ഫോൺ കൊണ്ടുവന്നില്ല. പോയി എടുത്തിട്ട് വരാം. എടുത്തിട്ട് വാ.
എന്താ ചിണുങ്ങന്നെ? എന്താ അവൻ ചിണുങ്ങുന്നേ? ജലജ പോണത് കൊണ്ടാ. ആണോ? ഇവരൊരു സ്വഭാവമുണ്ട്. ഈ പെണ്ണുങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും അവന്റെ പുറത്ത് കയറ്റിയിട്ടേ പറഞ്ഞു വിടത്തുള്ളൂ. ആണോ? എന്നാ പിന്നെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം. എനിക്ക് ഭയങ്കര ആഗ്രഹം ആനപ്പുറത്ത് കയറണോന്ന്. കേറ്റോ? അതിനെന്താ, എടുത്ത് കയറ്റാ. അപ്പൊ കൂട്ടാ ആണ്ട ജലജ കയറാൻ പോവാണ് കേട്ടോ. തലയാട്ട്. സന്തോഷമായോ? സന്തോഷമായത്. ജലജ എന്റെ നെഞ്ചത്ത് എവിടെയും കയറിക്കും. ഞാൻ അങ്ങോട്ടും കാണിച്ചു തരാം. നടക്കത്തില്ല 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 റോബർട്ടാന നടക്കത്തില്ല റോബർട്ടാന നടക്കത്തില്ല. സാധാ ആനകൾ മതി ഇവിടെ. സാധാ ആനകൾ മതി ഇവിടെ. യന്ത്രവൽക്കരണ ആനകളുടെ കടന്നു കയറ്റം കൊണ്ട് ഉത്സവ പൈതൃകം കളയാൻ ഞാനും ഈ നാട്ടുകാരും സമ്മതിക്കത്തില്ല. നല്ല മീറ്റർ. ഇതാരാണോ എഴുതിയത്? ഇങ്ങനെയാണോ വായിക്കൊള്ളാത്ത രീതിയിലാണോ എഴുതുന്നത്? നല്ല മുദ്രയൊക്കെ എഴുതിക്കൊണ്ട് വാ. ഇന്ന് രണ്ടിലൊന്നും അറിയാൻ ഞാൻ ഇവിടുന്ന് പോത്തില്ല. എടോ ജനാർദ്ദന, തനിക്ക് ഇത് തന്നെ വേണം. റോബോട്ടാനെ കണ്ടോ? ഞാൻ ഒരു ആനവാലി വെച്ചിട്ട് താൻ തന്നില്ലല്ലോ. അനുഭവിച്ചോ? നിനക്ക് ഞാൻ തരാടി. ഇനി ആനവാലി തരാം. നീ എന്നാ വെളിവുകളാണ് ഇവിടുന്ന് വിളിച്ചു പറയണ? സെക്രട്ടറി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്കൊരു കാര്യം അറിയണം. എന്താണ്? 12 വർഷമായിട്ട് എന്റെ കുട്ടികൃഷ്ണന്റെ മുഖത്താണല്ലോ ഈ തിളമ്പ് കയറ്റുന്നത്. ആയിരുന്നു. ഇപ്പൊ ഈ യന്ത്രം, ഈ റോബോട്ടിന്റെ കാര്യം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എക്സ്ക്യൂസ് മീ. ആരാ അത്? എന്നിട്ട് മനസ്സിലായില്ല? ഇല്ല ഇല്ല ഇല്ല. മാസ്റ്ററാണ് ആനയുടെ. അത് കാണാതിരിക്കുമായിരുന്നു. എന്ത് പറ്റി? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ആവശ്യം എന്താണ്? ഈ റോബോട്ട് ആന ഒറിജിനൽ ആന ഉണ്ടല്ലോ നമുക്ക്. സുഹൃത്തെ, ഞാനൊരു കേസ് പറയാം. ഇതിപ്പോ നമ്മൾ ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 100% സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. കാരണം സേഫ് ആയിരിക്കണം. ഉത്സവ പറമ്പുകളിൽ നമ്മൾ കുട്ടികളുമായിട്ട് വരുന്നു, ആൾക്കാരൊക്കെ കൂടുന്ന സ്ഥലമാണ്. ഈ സമയത്ത് പല പ്രാവശ്യവും നമ്മൾ കേട്ടിട്ടുണ്ട് ആനകൾക്ക് മതം പൊട്ടുന്നു, ഭയങ്കര വിഷയങ്ങൾ സംഭവിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു വിഷയം സംഭവിക്കത്തില്ല. ഇവിടെ താനൊരു കാര്യം മനസ്സിലാക്കുക. KSRTC ബസ്സുകൾ ഏതെല്ലാം മതിലേ ചെന്നിരിക്കുന്നു, ഏതെല്ലാം ബസ്സായി ചെന്നിരിക്കുന്നു. എന്നിട്ട് KSRTC ബസ് കേരളത്തിൽ നിർത്തലാക്കിയോ? ഇല്ല. അതിൽ നല്ലൊരു ഡ്രൈവർ ഉണ്ടെങ്കിൽ അത് തന്നെ ഓടിച്ചോണ്ട് പോകും. അതുപോലാണ് ആനയുടെ കാര്യവും. നല്ലൊരു പാപ്പാനുണ്ടെങ്കിൽ ഞങ്ങൾ സൈഡ് വരിയൊക്കെ പൊക്കോളാം. അതൊന്നും നടക്കുന്ന വശമല്ല. ഈ മതം പോട്ടെ, അതേപോലെ തന്നെ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ സഹോദരന്മാരൊക്കെ ആയിട്ട് വന്ന് നമ്മളിങ്ങനെ എളിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് പരസ്യമായിട്ട് മുള്ളുക, അതൊരു വിഷയമുള്ള കേസാണ്. മനസ്സിലായില്ലേ? എടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉത്സവത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാന അല്ലെങ്കിൽ ഒരു ആനപ്പിണ്ടം ഇട്ട് കഴിയുമ്പോൾ അതിനകത്തൊന്നൊരു ആവി ഇങ്ങനെ പറക്കും. ആ സമയത്ത് ഞാൻ തോട്ടിയും പിടിച്ച് കുട്ടിക്കൃഷ്ണന്റെ വലത്തെ കാലിങ്ങനെ തൊടയിലിങ്ങനെ തല താഴ്ത്തി നിന്ന് കഴിഞ്ഞാൽ ചുറ്റി നടക്കുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. എന്റെ സെക്രട്ടറി, നിവിൻ പോളി തന്നെയാണോ? ആ പോളി തന്നെ വിളിച്ചത്. നിവിൻ പോളി ഒരു കാര്യം ചെയ്യണം. വീട്ടിൽ ചെന്നിട്ട് ആനയെ കൊണ്ട് പിണ്ടം പിടിപ്പിച്ചിട്ട് എന്തിനാ അതിന്റെ തോട്ടിയിൽ വെച്ചോണ്ട് അതിന്റെ കാല് ചാരിയെ കൊണ്ട് നിൽക്കണം. അത് മാത്രം പറയാനാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്. നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചല്ല. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടികൃഷ്ണൻ ഈ വിവരം അറിഞ്ഞ പിന്നെ ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല. നിന്റെ കുട്ടിച്ചെങ്ങനെ ഇപ്പൊ എന്താ വിഷയം? മാറ്റു, പഴയ ആനകളെ മാറ്റൂ. അതുമല്ല, ഞാൻ അവനോട് ഇന്നലെ പറഞ്ഞു, ഇനി നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ആ ദൈവാരാധന കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ LED ബൾബും ആ സൗണ്ടും അതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തിനേറെ പറയുന്നു, ആ ദീപാരാധനയ്ക്ക് വരുന്ന താലിപ്പോലി ഏന്തിയ നമ്മുടെ സുന്ദരികളായ പെൺകുട്ടികളെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ആട്ടിക്കൊണ്ടൊരു കരച്ചില്ല. അതിനിപ്പോ എന്ത് കരഞ്ഞെന്ന് പറയാം. നമ്മൾ വേറെ കേസുണ്ട്. നമുക്ക് മൃഗത്തിന്റെ ഒരു സംരക്ഷണമാണ്. നീ നിന്റെ ആന വിളിക്കാനെന്നറിയോ? നിന്റെ ആനയെ കൊണ്ട് ഒരുപാട് പാഴ്ചലവുകൾ അറിയോ? എന്തോന്ന് പാഴ്ചലവ്? ഇവിടെ ഞങ്ങൾ ഇവിടെ കിടന്ന് ഓടണം. പനം വെട്ടാൻ പോണം, ഞങ്ങള് ഓല വെട്ടാൻ പോണം, ചോറ് കൊടുക്കണം, പഴം കൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ ആന വേണ്ട. ഇതാകുമ്പോ 150 ഒരു ജനറേറ്റർ മാത്രം ഇട്ട് തന്നാ മതി. വേറൊരു വിഷയമില്ല. കമ്മിറ്റിക്കാർ ആ പരിസരത്തോട് നോക്കണം. എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ട് ഇതിനകത്ത് തിളമ്പ് കേട്ടോ. സെക്രട്ടറി, ഞാൻ 12 വർഷമായി അമ്പലത്തിൽ ഇരിക്കുന്നത്. തൊടുവാടാ നീ. മര്യാദ ഭാഷ ഞാൻ പറഞ്ഞ കറണ്ട് കൊടുത്തു വെച്ചേക്കോടാ. പിന്നല്ലാതെ പാട്ടി നീ എന്നെ ഇല്ല. എന്റെ നെഞ്ചത്തെ ചവിട്ടാതെ ഈ ആന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തില്ല. കിടന്നോട്ടെ. ഈ ആനയ്ക്ക് ഏറ്റവും കൂടുതൽ ഹൈ വാൾട്ട് ഷോക്ക് ഉള്ളത് തുമ്പിക്കയില്ല. നെഞ്ചത്തോട്ട് വെച്ചു. ഞാൻ ഇവിടെ കിടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. എവിടെ കിടന്നാലും ഞാൻ ആനയെ കൊണ്ട് ആനയെ കൊണ്ട് ചവിട്ടിക്കും. ഇത് നടക്കത്തില്ല. എന്നെ കൊന്നിട്ട് ഇത് അനങ്ങത്തുള്ളൂ ഇവിടുന്ന്. പിന്നെ അവനവിടെ എങ്ങനെ കിടക്കട്ടെ. സമയായി, തിടമ്പെടുക്കാൻ സമയായി. ആനയെ നാളേക്ക് കൊണ്ടുപോവാ. എളുപ്പട്ടെ. നമുക്ക് ക്ഷേത്രം വിട്ടത്തോട്ട് പോവാം. പെട്ടെന്നാട്ടെ. പെട്ടെന്നാട്ടെ. ഇവിടെ തിടമ്പെടുക്കാനുള്ള കാലിലേക്ക് കണക്ഷൻ വരുന്നില്ലെന്ന് തോന്നുന്നു. എളുപ്പമാട്ടെ. കത്തുന്നില്ലല്ലോ.
തിടമ്പെടുക്കണ്ടാണ് ആൾക്കാർ അവിടെ റബ്ബർ കൂട്ടാ എളുപ്പമായിട്ട് ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. അങ്ങനെ പോലെ നടക്കൂ. എന്നെ മർമ്മത്തിട്ട് കുത്തു പറ. പഞ്ചരങ്ങളും പിടിച്ച് മാറ്റിയോടോ. ഞാനത് തൊട്ട് പോലും ഇല്ല. പഞ്ച് പിടിച്ച് മാറ്റിയതായിരിക്കും. ആ എളുപ്പമായിട്ട് തിടമ്പെടുക്കണ്ടാന്ന്. ഇതിപ്പോ നടക്കുമെന്ന് തോന്നുന്നില്ലടേ. നടക്കല്ലേ നോക്കട്ടെ. യഥാർത്ഥനോ അതല്ലെന്ന്. അവൻ എവിടെയുണ്ട്? ചേട്ടനോ? അല്ലെന്ന്. അവനെ അച്ഛനോ? എടാ കുട്ടിക്കൃഷ്ണൻ ഇപ്പൊ എവിടെയുണ്ട്? അവൻ വീട്ടിലുണ്ട്. ദൈവമേ അവൻ എന്തെങ്കിലും കഴിച്ചോ ആവോ? അയ്യോ ഇപ്പോഴെങ്കിലും സെക്രട്ടറി ചോദിച്ചല്ലോ. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഇതൊക്കെ ഈ റോബർട്ടൊക്കെ ഇപ്പോഴല്ലേ വന്നത്. നമുക്ക് നമ്മുടെ കുട്ടിക്കൃഷ്ണ തലയെടുപ്പുണ്ടല്ലോ. അവൻ വന്ന് അമ്പലം നട നിന്ന ഒരു അരങ്ങ. വേണ്ട നിങ്ങൾ വേണ്ട, നിങ്ങൾ ആ റോബോട്ടിന്റെ മണ്ടയ്ക്ക് കയറ്റിയാൽ മതി. അങ്ങനെ പറയലടാ. അല്ലല്ല അത് അങ്ങനെ പറയാതെ ദേവിയും കുട്ടിക്കൃഷ്ണനും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം വെച്ച് ദേവിയുടെ കാര്യമായതുകൊണ്ട് അനങ്ങുന്നില്ലല്ലേ. അവന്റെ ജാട അവന്റെ അനങ്ങാത്തൊരു താനായിട്ട് വന്നേക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഓടിപ്പോയി കുട്ടിക്കൃഷ്ണനെ ഓടിക്കൊണ്ടുവാ. ആ ഓടിക്കൊണ്ടൊന്നും പറ്റത്തില്ല. അവനെ ലോറിക്കകത്തേ കൊണ്ടുവരത്തുള്ളൂ. ഒരു 2000 രൂപ ലോറി കാശ് തരണം. 2000 രൂപ നടത്തിക്കൊണ്ട് വേണം ഇല്ലെങ്കിൽ ഞാൻ പിടിവാശി പിടിക്കല്ലേ. പിടിവാശി പിടിക്കാതെ റബ്ബർ കൂട്ട നടന്ന്. റബ്ബർ കൂട്ട ഓക്കെ നടന്നോ? റബ്ബർ കൂട്ട 2 സ്റ്റെപ്പ് വെച്ചാ എന്റെ ഞാൻ ദേവിക്ക് പ്രാർത്ഥിക്കരുത്. ഞാൻ പറയട്ടെ, നമ്മളിന്ന് ഉദ്ഘാടനമല്ലേ. ഈ ഇലക്ട്രോണിക് സാധനം എന്ന് പറയുമ്പോ അങ്ങനെയാണ്. വയറിന്റെ കണക്ഷൻ പരിപാടിയൊക്കെ അല്ലേ. മറ്റേ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അതെ അല്ല 2000 രൂപ നിന്റെ കുട്ടിക്കൃഷ്ണനെ കൊണ്ട് കേറ്റാത്ത കുഴപ്പമില്ല. അവൻ ഈ അമ്പലടവനുണ്ടല്ലോ അവന്റെ മുട്ടുകാരി എന്തെങ്കിലും ഇടിക്കും. ഉള്ള കാര്യം ഞാൻ പോടാ ഓ അങ്ങനെയല്ലേ. അമ്പലം വീണ്ടും നിന്നെന്ന് തോന്നുന്നു. അമ്പലപ്പോ അല്ല നേരത്തെ അനങ്ങിയതായിരുന്നല്ലോ. എന്താ സത്യത്തിൽ എന്താ സംഭവം എന്തുവാ? അല്ല നേരത്തെ അനങ്ങിയതായിരുന്നു. അനങ്ങിയതായിരുന്നു. 2000 രൂപ എടുത്താൽ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ഞാനൊരു കേസ് പറയട്ടെ. എന്താ? അല്ല ഞാൻ പിന്നീടാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മൾ ഇത്രയും വർഷം അല്ലേ പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് നമ്മൾ പാറ്റയിടാൻ പാടില്ലല്ലോ. ഇത്രയും വർഷം നമ്മള് കുട്ടിക്കൃഷ്ണനാണ് തിടമ്പെടുത്തോണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞ എന്താ സംഭവം? ചുരുക്കി പറഞ്ഞ സംഭവം ഇത് അനങ്ങുമെന്ന് തോന്നുന്നില്ല. കൂടിപ്പോയ ഒരു കാലെടുത്ത് വെക്കും നിന്റെ നെഞ്ചത്ത്. ജനാർദ്ദനാ കുട്ടിക്കൃഷ്ണൻ ഇപ്പൊ ഇടംപെടുക്കാനുള്ള ചെണ്ടകളാ കേൾക്കുന്നത്. ഇടംപെടുക്കാനുള്ള ചെണ്ടകളാ കേൾക്കുന്നത്. ഈ ആനയെ കൊണ്ടുവന്നില്ലെങ്കിൽ നാട്ടുകാരെ ഇളകും ഇരിക്കും. ഞാൻ രക്ഷപ്പെടുവാ. ദൈവമേ തിടമ്പേറ്റാനുള്ള സമയമായി. എന്റെ ദേവി എന്നോട് ക്ഷമിക്കണേ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഉപ്പോളം ആവില്ല ഉപ്പിലിട്ടത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടുക. ഞാൻ സൃഷ്ടിച്ച മനുഷ്യന്റെ ഓരോ സൃഷ്ടികളെ എൻ്റെ ഉത്സവത്തിന് യന്ത്രയാന. ഇനി പോകെ എന്നെ പൂജിക്കാൻ യന്ത്രപൂജാരിയാകും. ഇപ്പൊ തന്നെ കാണിക്ക വഞ്ചിക്ക് പകരം ഗൂഗിൾ പേയും സ്കാനറും ഒക്കെ ആയിക്കഴിഞ്ഞു. ഇനി പ്രസാദ ഇമെയിലും പ്രാർത്ഥന ഓൺലൈനിലും ഒക്കെ ആയി തീരും. ഇങ്ങനെ ആയാൽ എൻ്റെ ഉത്സവം എങ്ങനെ ആയി തീരുവോ ആവോ. കലികാലം.